എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏലപ്പാറ ഫെസ്റ്റിന് പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെയും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെയൊക്കെ ഫാമിലിയും കൂടെയുണ്ട്. അവരാണ് തൊട്ട് മുമ്പിൽ വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏലപ്പാറയിൽ ചെന്നിട്ടുണ്ട്. ഇതുവഴി പോകുന്ന സമയത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഒരുപാട് തേയിലത്തോട്ടങ്ങളും മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് ഒരു ഈവനിങ് സമയത്താണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു 6 മണിയൊക്കെ സമയത്ത് ചെന്നെങ്കിൽ മാത്രമേ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കണ്ട് നന്നായിട്ട് ആസ്വദിച്ച് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അവിടെ പാർക്കിങ്ങിൽ വണ്ടിയെല്ലാം കൊണ്ടിട്ടിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ കളിയാക്കിയിട്ട് പോവാണേ. അപ്പം അങ്ങനെ ഞങ്ങൾ ഏലപ്പാറ ഫെസ്റ്റ് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻട്രൻസിലോട്ട് കയറുന്നതേ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ആ കൂടെ ഞങ്ങളിങ്ങനെ പോകുമ്പം നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും അവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കും മറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഗാർഡനും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ കൗണ്ടറിൽ പോയി ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപയോളമാണ് വരുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമേ കയറുന്നത് ഇങ്ങനെ ഒരുപാട് സൈസ് കിളികളൊക്കെ ഉള്ള ഒരു കൂടാരത്തിലോട്ടാണ്. അപ്പം ഇതുവഴി നമുക്ക് കറങ്ങി നടന്ന് ഓരോ മരങ്ങൾ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കിളികളെ കാണാനായിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചുറ്റും ഇങ്ങനെ കിളികൾ കൂട്ടം കൂടി പറക്കും. നല്ല ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു അത് കാണാനായിട്ടൊക്കെ. അപ്പം ഞാൻ കിളികളെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് അവിടെ പാമ്പ്, അതുപോലെ തന്നെ ഓന്ത് പോലത്തെ ഒരു സാധനം, പിന്നെ കിളികളൊക്കെ നമുക്ക് കയ്യിൽ വെച്ചെടുക്കാനൊക്കെ പറ്റും. അതിനും 50 രൂപയാണ് ചാർജസ്. അപ്പം മക്കൾക്കത് കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തു നിന്ന് ഒരു ഡോർ വഴി ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഇങ്ങനെ കുറേ സ്റ്റാളുകളുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ വരുന്നത്. അവിടെ പെയിൻറ്റിങ് ഉണ്ട്, പെർഫ്യൂംസ് ഉണ്ട്, അതുപോലെ തന്നെ പഴയ കാലത്തെ ചോക്ലേറ്റ് മിഠായിയൊക്കെ കിട്ടുന്നിടം, ഐസ്ക്രീം, പാനിപ്പൂരി, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും, ഹെയർ ബാൻഡ്, ക്ലിപ്സ്, പിന്നെ സ്റ്റേഷനറി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ടോയ്സൊക്കെ കിട്ടുന്ന സ്റ്റോളുകളാണ്. അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കി പോകുന്നത്. അതിൽ പല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുളിമുട്ടായി, പഞ്ഞിമുട്ടായി, പിന്നെ പിള്ളേർക്ക് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ക്ലിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ സ്പ്രേ ഒക്കെ നമ്മൾ ഒരാൾ തൂത്ത് തന്നു, അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ മക്കൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ പാനിപൂരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്.
അപ്പോൾ ആ സ്റ്റാളുകളെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ചെല്ലുന്നത് ലാസ്റ്റ് ആ പാനിപ്പൂരി കടയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് കാണുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കുകളാണ്. അതായത് എല്ലാം കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ തരത്തിലുള്ള റൈഡുകളുണ്ട്. ഞങ്ങൾ ആകാശത്തൊട്ടിലിലും അതുപോലെ തന്നെ എല്ലാ റൈഡുകളിലും തന്നെ മിക്കതിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന റൈഡുകളിൽ അവരും കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ ആകാശത്തൊട്ടിലൊക്കെ കയറിയ സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുപോലെ തന്നെ പിന്നെ എന്താണ് നമ്മുടെ ഡ്രാഗൻ്റെ ആ ഊഞ്ഞാലിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് എയർ ബലൂൺസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം മിക്ക റൈഡുകളിലൊക്കെ കയറി. അതിലെല്ലാത്തിനും ഓരോ വിലയാണ്, 100, 150, 50 അങ്ങനത്തെ വിലകളാണ് എല്ലാ റൈഡിലും. അപ്പോൾ ആകാശത്തൊട്ടിലിൽ കയറിയ സമയത്ത് എൻ്റെ കുഞ്ഞ് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ അത്രയും പേടിച്ച് പോയി. ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഇനി കയറണ്ടെന്നാണ് അവൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ഒരു നൈറ്റ് സമയത്ത് പോയെങ്കിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഇങ്ങനെ LED പോലത്തെ LED അല്ല, ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ മായ്ച്ച് കളയാൻ പറ്റുന്ന പോലത്തെ സ്ലേറ്റ്, പിന്നെ ബബിൾസ്, ഒരു സൈസ് ക്യാമറ പോലത്തെ നമുക്ക് ഭിത്തിയിൽ വെച്ചിട്ട് പടമൊക്കെ ഇങ്ങനെ മാറ്റി കാണാൻ പറ്റാത്ത ഒരുപാട് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബലൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇത് കണ്ടോ, ഈ സൈഡ് നോക്കിയാ നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ ഏലപ്പാറ ഫെസ്റ്റ് എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നന്നായിട്ട് വിശന്നു. അപ്പം മക്കൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ മന്തി വേണമെന്ന് പറഞ്ഞു. പിന്നെ മന്തി നൂഡിൽസൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചപ്പാത്തിൽ ഒരു പുതിയ കടയുണ്ടായിരുന്നു, അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ്.